നമ്മൾ ഇന്ന് നമ്മുടെ ഈ സീസണിലെ ഫസ്റ്റ് പാവയ്ക്ക വിളവെടുപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പാവയ്ക്കയാക്കാം ഇന്ന് കറി. അപ്പോൾ നമുക്ക് ആ പാവയ്ക്കകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഇവിടെ നല്ല വെയില, ഇന്ന് എല്ലാം വാടി നിൽക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വരണം എന്ന് വിചാരിച്ചതാ. പക്ഷെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വൈകിപ്പോയി. ഈ ചൂടായ കാരണം പാവയ്ക്ക ഉണ്ടാവലും കുറച്ച് കുറവാണ്. കാരണം ഈ പൂക്കളൊന്നും എല്ലാം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോവും. ഇനി ബാക്കിയുള്ളതൊന്നും ആയിട്ടില്ല. ഞാൻ മൂത്തതെല്ലാം ഞാൻ പറിച്ചെടുത്തു. എത്ര എണ്ണം കിട്ടി? 2. ഇന്നത്തെ കറിക്കുള്ളതായി. പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് അപ്പോൾ നമ്മൾ കുറച്ച് കാന്താരിയും കൂടെ പറിച്ചെടുക്കാന്ന് കരുതി. കുറച്ച് പഴുത്തു, അത് നമുക്ക് വിത്തിനാക്കാം. ഇത് നിറച്ച് കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരുപാട് സമയം എടുക്കും ഇത് മുഴുവൻ പറിച്ചെടുക്കാനായിട്ട്. ഈ കാന്താരിയുടെ ഒരു കുഴപ്പം അതാ. പിന്നെ നമുക്ക് ഈ മെഴുക്കുവരട്ടിക്ക് മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് പറിച്ചെടുക്കണുള്ളൂ. കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടെ പറിച്ചെടുക്കാം. ഞാൻ പിന്നെ അപ്പാപ്പ ആവശ്യത്തിനുള്ളത് മാത്രമേ പറിക്കാറുള്ളൂ. എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില പറിച്ചെടുക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കറിയുടെ പരിപാടി. നമ്മളപ്പോൾ പറിച്ച പാവയ്ക്ക അത് മെഴുക്കുവരട്ടിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാവയ്ക്ക ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കണേ. അതായത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പാവയ്ക്കയും മുളക് പൊടി, ഉപ്പും പിന്നെ ഈ കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ പാവയ്ക്കയാണ്. അതും നമ്മൾ അരിഞ്ഞ് തീരാറായി. പിന്നെ നമ്മുടെ പാവയ്ക്കയുടെ ഈ കുരു അതും ഇതൊക്കെ വേസ്റ്റും ഞെട്ടൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ആക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ കമ്പോസ്റ്റ് ബിൻ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന കിച്ചൺ വേസ്റ്റുകൾ, ഇങ്ങനെ അരിയുമ്പോഴൊക്കെ വരുന്ന വേസ്റ്റുകൾ ഞാൻ എൻ്റെ വെജിറ്റബിൾ പാച്ചിൽ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി നന്നായിട്ട് ഡീപ്പായിട്ട് കുഴിച്ചിടുക. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ അത് തുറന്ന് എടുത്തിട്ട് പോകും. പച്ചക്കറി ഒന്നും കാണുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഈ കാന്താരിയും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഇത്തിരി എണ്ണ വേണം ഇതിന്. കാരണം ഈ എണ്ണയിൽ കിടന്നിട്ടാണ് നമ്മൾ അതിനെ പാവയ്ക്കനെ മെഴുക്ക് വരട്ടി എടുക്കുന്നത്. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക്, ഒരു പച്ചമുളകോ കാന്താരി മുളകോ ഏതോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിട്ട് ചേർക്കാം. കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് കുറച്ച് മുളക് പൊടി. നമ്മൾ കാന്താരി ഇട്ടേക്കണോണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ച് മതി. പിന്നെ എനിക്ക് അറിയില്ല, വീട്ടിലൊക്കെ പറയും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പ്പ് കൂടുന്നു. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെക്കാം.
തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട. ഈ ലോ ഫ്ലെയിമിൽ തുറന്നു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് ആ പാവയ്ക്ക നന്നായിട്ട് ഡ്രൈ ആയി വറന്ന് വരുള്ളൂ. അപ്പൊ നല്ല രുചിയായിരിക്കും അതിന്. നമ്മുടെ മെഴുക്ക് പുരട്ടിയത് ഇവിടെ റെഡിയായി. നമ്മൾ എന്തോരം ഇട്ടത് ആദ്യം, അത് നമ്മൾ ആക്കി വന്നപ്പോ ഇത്രയായി. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു കുറച്ച് മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരി.